ആൾക്കൂട്ട മർദ്ദനത്തിന്റെ ഫലമായി കൊലപാതകം നടന്ന കേസിൽ ആ നിയമവിരുദ്ധ സംഘത്തിൽ അംഗമായിരുന്ന ഒരാളെ കോടതി ശിക്ഷിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു ക്രിമിനൽ അപ്പീൽ സമർപ്പിക്കപ്പെട്ടു. ഒരു നിയമവിരുദ്ധ സംഘത്തിലെ അംഗമായ വ്യക്തി മറ്റ് അംഗങ്ങൾ ചെയ്ത നിയമവിരുദ്ധ പ്രവൃത്തികൾക്ക് പ്രസ്തുത വ്യക്തി പങ്കുചേർന്നില്ലെങ്കിലും കുറ്റക്കാരനാകുമോ എന്നതായിരുന്നു കേസിലെ പ്രധാന ചോദ്യം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ 149 വകുപ്പിന് സമാനമായ BNSന്റെ 190 വകുപ്പ് പ്രകാരം ഒരു നിയമവിരുദ്ധ സംഘത്തിലെ അംഗങ്ങൾക്കുള്ള പരോക്ഷ ബാധ്യതയുടെ നിയമവശത്തെപ്പറ്റി കോടതി അവലോകനം ചെയ്തു. IPCയുടെ 149 വകുപ്പിന് സമാനമായ BNSന്റെ 190 വകുപ്പ് പ്രകാരം ഒരു നിയമവിരുദ്ധ സംഘം പൊതുവായി ഒരു കാര്യം ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കുറ്റകൃത്യത്തിൽ ആ സംഘത്തിൽ പ്രസ്തുത സമയത്ത് അംഗമായിരുന്ന ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു നിയമവിരുദ്ധ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും പൊതുവായി ഒരു ലക്ഷ്യം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ചെയ്യുന്ന നിയമവിരുദ്ധ പ്രവൃത്തികളിൽ പ്രധാന കുറ്റകൃത്യത്തിൽ പങ്കുചേർന്നില്ലെങ്കിലും പരോക്ഷമായ ബാധ്യതയുണ്ട്. IPCയുടെ 149 വകുപ്പിന് സമാനമായ BNSന്റെ 190 വകുപ്പ് പ്രകാരം കുറ്റം ചുമത്തപ്പെട്ട ഒരു വ്യക്തി ആരെയെങ്കിലും പരിക്കേൽപ്പിച്ചെന്നതോ പരിക്കേൽപ്പിച്ചില്ലെന്നതോ ഈ സാഹചര്യത്തിൽ പ്രസക്തമല്ല. ആ വ്യക്തി കുറ്റം ചെയ്ത സംഘത്തിൽ അംഗമായിരുന്നോ എന്നതാണ് പ്രസക്തമായ ചോദ്യം, അല്ലാതെ ആ വ്യക്തി കുറ്റകൃത്യത്തിൽ പങ്കുചേർന്നോ എന്നതല്ല. IPCയുടെ 149 വകുപ്പിന് സമാനമായ BNSന്റെ 190 വകുപ്പ് പ്രകാരം ഒരു നിയമവിരുദ്ധ സംഘത്തിലെ ഒരു അംഗത്തിന്റെ സാന്നിധ്യം തന്നെ ആ സംഘത്തിലെ മറ്റ് അംഗങ്ങൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ആ അംഗത്തിന് പരോക്ഷമായ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. ചുരുക്കിപ്പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ നിത്യാനന്ദ് വേഴ്സസ് ഉത്തർപ്രദേശ് സർക്കാർ കേസിൽ 2024 KHC ഓൺലൈൻ 6476 പ്രസിദ്ധീകരിച്ച വിധിപ്രകാരം IPCയുടെ 149 വകുപ്പിന് സമാനമായ BNSന്റെ 190 വകുപ്പനുസരിച്ച് ഒരു നിയമവിരുദ്ധ സംഘത്തിലെ ഏതെങ്കിലും ഒരംഗം പൊതുവായി ഒരു ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളുടെ ഫലമായുണ്ടാകുന്ന കുറ്റകൃത്യങ്ങളിൽ ആ സംഘത്തിലെ എല്ലാ അംഗങ്ങൾക്കും പരോക്ഷ ബാധ്യതയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുമായി പങ്കിടുകയും ഇതുപോലുള്ള കൂടുതൽ നിയമപരമായ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക.